കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 10. നമുക്ക് ശ്ലോകം 6 ചെയ്യേണ്ടത്. ബുദ്ധവനോടുള്ള ഉപദേശം തുടരുകയാണ്. അതായത് പിന്നെ ഗുരുവിനെ സേവിക്കണം എന്നുള്ളതാണല്ലോ പറഞ്ഞത്. ഒരു ഗുരു നല്ല ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ പിന്നെ സമീപിക്കണം, ആ ഗുരുവിനെ വേണ്ട പോലെ സേവിക്കണം, യമനിയമങ്ങളൊക്കെ അനുഷ്ഠിച്ചെന്നാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഗുരു സേവകൻ, ഗുരുവിനെ സേവിക്കണ ആ സാധകൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ കേട്ടോ. അമാന്യ മത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോർത്ഥ ജിജ്ഞാസൂരനസൂയുരമോഘ വാക്ക്. അമോഘ വാക്ക് ആണ്. അനസൂയോരമോഘ വാക്ക് എന്താണതിൽ പറയണത്? അമാനി, അമത്സര, ദക്ഷ, നിർമ്മമ, ദൃഢസൗഹൃദ, അസത്വര, അർത്ഥജിജ്ഞാസു, അനസൂയു, അമോഘവാക്ക്. ഇതൊക്കെ ആവണം. എന്തൊക്കെ? അമാനീച്ചെന്താ? ദുരഭിമാനം ഇല്ലാത്ത, അല്ലെങ്കിൽ അഹങ്കാരമില്ലാത്തത്. അമത്സര പറഞ്ഞാൽ എന്താ? മാത്സല്യമില്ലാത്തത്, അല്ലേ? മത്സരം, അസൂയയും അസൂയയും മത്സരമൊന്നും ഇല്ലാത്തത്. ദക്ഷ ചെന്താ? ആലസ്യം ഇല്ലാത്തത്, എപ്പോഴും നല്ല ചുറുചുറുക്കുള്ളത്. നിർമ്മമ ചെന്താ? മമത ഇല്ലാത്തവൻ, നിർമ്മമൻ, മമതയില്ലാത്തവൻ. ദൃഢസൗഹൃദ, അതായത് ഈശ്വരനിലും ഗുരുവിലും ഭക്തി എന്ന് പറയാം. ഇതിന് ദൃഢസൗഹൃദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്തിയാണ് വിചാരിക്കണം. അതായത് ഈശ്വരനിലും ഗുരുവിലും ഉറച്ച ഭക്തിയുള്ള ആളാണ് ദൃഢസൗഹൃദമുള്ള ആൾ. അസത്വരഹ എന്താണ്? അതായത് ഒന്നും ഒരു അതായത് ഒന്നും അവസരപ്പെടുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ സാധാരണ അത്ര ധാരാളം ഉപയോഗിക്കില്ല. വെച്ചാൽ ഒന്നും ധൃതിയിൽ ചെയ്യാത്തവനും, പിന്നെയോ അസൂയയില്ലാത്തവനും, ജിജ്ഞാസു, നല്ല അർത്ഥജിജ്ഞാസു, അതായത് എല്ലാം അറിയാൻ ആഗ്രഹമുള്ളവനും, അല്ലേ? പരബ്രഹ്മത്തെ തന്നെ അറിയാൻ ആഗ്രഹമുള്ളവനും, അതായത് ആ നിത്യസത്യത്തിനെ അറിയാൻ ആഗ്രഹമുള്ള ആളും. പിന്നെയോ അസത്വര, പിന്നെ അർത്ഥജിജ്ഞാസു, ത്വരയില്ലാത്തതേ, അർത്ഥജിജ്ഞാസു, അനസൂയു. പിന്നെ അമോഘവാക്ക്. അമോഘവാക്ക് എന്താ? ഈ അതായത് അനാവശ്യമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുക, അതും അരുതെന്നാണ് ഈ ഗുരുവിനെ സേവിക്കുമ്പോഴേ. അതാണ് ഇതിലിപ്പോൾ പറഞ്ഞത്. എന്താ വെച്ചാൽ അനാവശ്യമായിട്ടുള്ള വർത്തമാനമൊന്നും പാടില്ല. അപ്പോൾ ഈ ഗുരുവിനെ സേവിക്കുന്ന ഒരു സാധകൻ എങ്ങനെയൊക്കെയാണ് ആവേണ്ടത്? ദുരഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം ആവാൻ പാടില്ല, മത്സരബുദ്ധി അരുത്, പിന്നെയോ ആലസ്യമരുത്, മമത പറ്റണത്ര കുറയ്ക്കണം, പിന്നെ ഈശ്വരനിലും പിന്നെ ഗുരുവിനും നല്ല ദൃഢവിശ്വാസവും അചഞ്ചല ഭക്തിയും വേണം. പിന്നെയോ ഒന്നിനും ഒരു ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്, വളരെ വേണ്ട പോലെ ചെയ്യണം. പിന്നെയോ അർത്ഥജിജ്ഞാസു, ആ ബ്രഹ്മജ്ഞാനത്തിന് ആഗ്രഹം ഉണ്ടാവണം. അസൂയ ഉണ്ടാവരുത്. അമോഘ വാക്ക്, അതായത് ആവശ്യമില്ലാത്ത വാക്കുകൾ ധാരാളം പറയുന്നതും കുറയ്ക്കണം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ വളരെ നല്ലൊരു, എല്ലാവർക്കും തന്നെ ഉള്ളൊരു പിന്നെ ഈ സാധകനെ ഇനിയിപ്പോൾ ഒരു ഗുരുവിനെ കിട്ടാത്തപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ഇത്, അല്ലേ? ശരിക്കും പിന്നെ അതായത് മത്സരാദിയൊക്കെ വെടിഞ്ഞ് അലസനാകാതെ നിർമ്മമനും, എല്ലാവരും ഗുരുവിനെ നല്ല ഭക്തിയോടുകൂടി കർമ്മരംഗത്ത് എപ്പോഴും, പിന്നെ അതാണ് അക്ഷോഭ്യനായിട്ട്, അതായത് ശാന്തമായിട്ടും ധൃതിയില്ലാതെയും, പിന്നെ വേണ്ടാത്ത വർത്തമാനമൊക്കെ കുറച്ച് അസൂയയില്ലാതെ സത്യത്തിനെ അറിയാൻ ആഗ്രഹം വേണം എന്നാണ് ഇപ്പം ഇതിൽ പറഞ്ഞുള്ളൂ കേട്ടോ. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോർത്ഥ ജിജ്ഞാസൂരനസൂയുരമോഘ വാക്ക്, അല്ലേ? അമോഘമായിട്ടുള്ള വാക്കച്ച ആവശ്യമില്ലാത്ത, ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ വെറുതെ വായട്ടടിക്കുക, അങ്ങനെ അരുത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമേ വർത്തമാനം പറയാൻ പാടുള്ളൂ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഗുരുവിനെ സമീപിക്കാത്ത ഒരു അധ്യാത്മ പാതയിൽ പുരോഗമിക്കണമെന്ന് പറയണ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, അല്ലേ? ഇനി
ജായാപത്യഗൃഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷ്വർത്ഥമിവാത്മന. പിന്നെ എല്ലാറ്റിനോടും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു തന്നെ പറഞ്ഞ ജായാപത്യ ഗൃഹക്ഷേത്ര സ്വജന ദ്രവിണാദിഷു ആണ്. അപ്പോൾ എന്താണ് എന്തെങ്കിലും പറയുന്നത് വെച്ചാൽ ഭാര്യ, മകൻ അല്ലെങ്കിൽ മക്കളെ, വീട്, കൃഷി ഉണ്ടെങ്കിൽ കൃഷി, ക്ഷേത്രം പറഞ്ഞാൽ വയലൊക്കെയാണ്, വയലുകൾ. അതായത് ഇവിടെ ക്ഷേത്രം വെച്ചാൽ ഫീൽഡ്, കൃഷിയൊക്കെ, സ്വന്തം ബന്ധുക്കൾ, ധനം, ഇവയിൽ എന്താണ് പിന്നെ അതായത് പിന്നെ പത്നി, പുത്രൻ, ഗൃഹം, നമ്മളെ കൃഷി എന്താ വെച്ചാൽ അത്, സ്വന്തം ബന്ധുക്കളെ, ധനം എന്നിവയിലെല്ലാം എന്താവണം, ഉദാസീനത വേണം. അതാണ് ഇതിൽ പറയുന്നത്. ആത്മനഃ അർത്ഥം ഇവ, സ്വന്തം സുഖം മുതലായവ പോലെ, സർവേഷു എല്ലാവറ്റിലും സമം പശ്യൻ, സമദൃഷ്ടിയോടുകൂടി, ഉദാസീനനായിരിക്കണം എന്ന്. വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് ഇതിനോടൊന്നും പാടില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമ്മുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, വീട്, ധനം, ഇതെല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനോടൊക്കെ സമഭാവന. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ ബ്രഹ്മം തന്നെയാണ് എൻ്റെ ഉള്ളിലും. ഈ കാണുന്നതൊക്കെ ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. എല്ലാം ഇവിടെ അത് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ വിചാരിച്ചാലല്ലേ സമദർശിത്വം കിട്ടുള്ളൂ, എല്ലാം ഒരുപോലെയാണെന്ന് തോന്നണമെങ്കിൽ. അതായത് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവിനെ ഞാൻ സ്നേഹിക്കേണ്ട. ആ ഒരു ആത്മാവിനെയാണ് ഇക്കാണുന്ന എല്ലാറ്റിലും, എന്നിലുള്ള ആത്മാവിനെയാണ്. അപ്പോൾ ബന്ധുക്കളും എല്ലാം ഈ ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേപോലെയല്ലേ എല്ലാറ്റിനെയും കാണാൻ പറ്റുക. അതാണിപ്പോൾ ഇതിൽ പറയണത്. അതായത് ബന്ധുക്കളെ, വീട്, ഇതെല്ലാം എല്ലാറ്റിനെയും ബ്രഹ്മമായി കാണാൻ നോക്കണം. എന്നാലേ നമുക്ക് സമദർശിത്വം വരുള്ളൂ. അതായത് സർവത്ര ആത്മാവ് ഏകനാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അദ്വൈതമായിട്ടുള്ളൊരു ശക്തിയാണ്, വേറെ രണ്ടാമതൊന്നുമില്ല. ആ ആത്മാവിൽ മാത്രം നമ്മൾ എന്നെ മാത്രം സ്നേഹിക്കുക, എൻ്റെ മാത്രം സ്നേഹിക്കുക. എന്നെ സ്നേഹിച്ചാൽ പിന്നെ എൻ്റെ ആദ്യം എന്നെ സ്നേഹിക്കുമെന്ന് പറയും നമ്മൾ, അല്ലേ? പിന്നെന്താ? അതാണ് അഹന്തയും മമതയും. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കണേ, എനിക്ക് വേണ്ടി തന്നെയാണ്, അല്ലേ? അത് ശരിക്കും ആലോചിച്ചാൽ നല്ലതല്ല. ശരിക്കും നമ്മളെല്ലാവരെയും സ്നേഹിക്കണത് അവനവന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, ആലോചിച്ച് നോക്കും. എത്ര ശരിയല്ലേ അത്? ആലോചിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കൂ, നമ്മളെത്രയോ കുട്ടികളൊക്കെ മരിക്കണത്, ആക്സിഡൻറ്റിൽ മരിക്കണത്, അല്ലെങ്കിൽ ദണ്ഡമൊക്കെ കേൾക്കുന്നുണ്ടല്ലേ? നമുക്ക് കുറച്ച് നേരത്തേക്ക് വിഷമാവും. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഇത് തോന്നാത്ത? എൻ്റെ എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല, അതുകൊണ്ടാണ്. അതേസമയം എൻ്റെ എന്ന് വന്നാൽ അപ്പം ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മളെ തന്നെയാണ് സ്നേഹിക്കണം. എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കണത്. എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് മക്കൾക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കണത്. എൻ്റെ സുഖത്തിന് തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ അറിയാതെ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഭർത്താവിനെ സ്നേഹിക്കണത്. ഭർത്താവിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനാണ്. അങ്ങനെ നോക്കുമ്പോൾ മുഴുവൻ എനിക്ക് വേണ്ടിയാണ്. അത് ശരിക്കും അർത്ഥശൂന്യമാണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് എല്ലാറ്റിൻ്റെ ഉള്ളിലും. അപ്പം എനിക്ക് എല്ലാറ്റിനെയും ഒരുപോലെ കാണണ്ടേ? വളരെ വിഷമമാണ്. എന്നാലും അതാണ് പറഞ്ഞത്, ആത്മാവ് ഏകനാണ്. അതാണ് പറഞ്ഞ ഇതിൽ എന്താ ഈ പിന്നെ എന്താണ് ആത്മാനം പറഞ്ഞില്ലേ? ആത്മനഃ അർത്ഥം ഇവ, അതായത് ആത്മാവ് ഒറ്റ ഏകനാതുകൊണ്ട് ഒന്നിൽ മാത്രം. അപ്പം എന്നിലും എൻ്റെ എന്ന് പറയുന്നതിൽ മാത്രം മമത നമുക്ക് ഉണ്ടാവണത് ശരിക്കും അർത്ഥശൂന്യമാണ് എന്നറിഞ്ഞിട്ട് പത്നി, പുത്രൻ, ഗൃഹം, പിന്നെ എന്താണ് കൃഷി, സ്വജനങ്ങൾ, ഇതിലെല്ലാം നമുക്ക് കുറച്ചൊരു ഉദാസീനത വരണം എന്ന്. എല്ലാം ബ്രഹ്മമയെന്ന് വിചാരിക്കാൻ സാധിക്കണം. വളരെ വിഷമമുള്ളതാണ് പറയണത്. എങ്കിലതാണ് ഭഗവാൻ പറയണത്. ജായാപത്യഗൃഹക്ഷേത്ര സ്വജനദ്രവിണാദിഷു ഉദാസീന സമം പശ്യൻ സർവേഷ്വർത്ഥമിവാത്മന വിലക്ഷണ സ്ഥൂല സൂക്ഷ്മാൽ ദേഹാദാത്മേക്ഷിത സ്വദൃക്
യഥാഗ്നിർദാരുണോ ദാഹ്യ ദാഹകോന്യ പ്രകാശക. ഇതൊരു ഉദാഹരണം കൂടി പറയണം ഇതിൽ 8. ദാഹക അതായത് ദഹിപ്പിക്കുന്നവനും, പ്രകാശക പ്രകാശിപ്പിക്കുന്നവനും. ആരാ ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുക? അഗ്നി. ദാഹ്യാത് ദഹിക്കാൻ യോഗ്യമായ, ദാരുണ വിറകിനേക്കാൾ, അന്യഹയഥ വേറെയായിട്ട് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ, ഈക്ഷിത ഈ ദ്രഷ്ടാവായിട്ടുള്ള തൻ്റെ ഉള്ളിലുള്ള ആ ഒബ്സർവർ അല്ലെങ്കിൽ വിറ്റ്നസ്, അതാണ് ദ്രഷ്ടാവ് പറയുമ്പോൾ ഇവിടെ വിറ്റ്നസ്. ഈക്ഷിത ആത്മാ, നമ്മുടെ ആത്മാവ് ശരിക്കൊരു വിറ്റ്നസ്സാണ്, ഒരു സാക്ഷി മാത്രമാണ്. അപ്പോൾ സ്ഥൂല സൂക്ഷ്മാത് അതായത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്ന് ദേഹത്തിനേക്കാൾ വിലക്ഷണ വേർപെട്ടതാണെന്ന്. എന്താണെന്നതിൽ പറയണമെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയുകയാണ്. എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ എല്ലാറ്റിനെയും ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണ അഗ്നി ഉണ്ടല്ലോ, അഗ്നി എന്ന് പറഞ്ഞ ആ ഒരു ശക്തി, ആ അഗ്നി ശരിക്ക് പറയാച്ചാൽ വിറകിൽ നിന്ന് ശരിക്കും പറയാച്ചാൽ ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യാനുള്ള ശക്തി ഉണ്ട് അഗ്നിക്ക്. അത് ആ അഗ്നിയാണ് വിറക് കത്തി അതിനെ ദഹിപ്പിക്കും ഇല്ലേ? ദഹിപ്പിക്കപ്പെടുന്നതും പ്രകാശിക്കപ്പെടുന്നതും ആയ ആ വിറകിൽ നിന്ന് വ്യത്യാസമാണ് അഗ്നി അല്ലേ? അഗ്നിയും വിറകും ഒന്നല്ല. എന്താ കാരണം വെച്ചാൽ ദഹിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതുമാണ് അഗ്നി. എന്നിട്ടോ വിറകിന് എന്താ ഉണ്ടാവണ? ദഹിപ്പിക്കപ്പെടുകയും ചെയ്യും, പ്രകാശിക്കപ്പെടുകയും ചെയ്യും വിറക്. അപ്പം വിറകും അഗ്നിയും ഒന്നല്ല എന്ന പോലെ അഗ്നി ഒരു ശക്തിയാണ്, കത്താനുള്ള ശക്തിയാണ്. വിറകൊരു ഇന്ധനം, ഒരു ഉപകരണം പോലെയുള്ളൂ. ശരിക്ക് കത്താനുള്ള ശക്തിയാണ് അഗ്നി അല്ലേ? അതേപോലെയാണ് നമ്മളെ ഈ ശരീരം ഒരു ഉപകരണം. ആ ഉപകരണം പ്രവർത്തിക്കുന്നത് നോക്കി നിൽക്കണ സാക്ഷിയാണ് ആത്മാവ്. പക്ഷേ നമ്മൾ ആത്മാവാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടാച്ചാൽ, നമുക്ക് ആ ദേഹം തന്നെയാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ദേഹം അനുഭവിക്കണതൊക്കെ അനുഭവിക്കണേ. അപ്പം ആത്മാവ് ശരിക്ക് ദ്രഷ്ടാവ് അല്ലെങ്കിൽ ആ വിറ്റ്നസ് മാത്രമാണ് ആത്മാവ്. ഈ നമ്മുടെ സ്ഥൂലവും സൂക്ഷ്മവും, സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഈ ജഡശരീരം പുറത്ത് കാണുന്നത്, സൂക്ഷ്മ ശരീരം എന്താണ്? ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയത് അല്ലേ? അതായത് നമ്മളിപ്പോൾ മരിക്കുന്ന സമയത്ത് സ്ഥൂല ശരീരം ഇവിടെ നമുക്ക് പോകുന്ന അറിയാം. നമുക്ക് ശരിക്കും എന്ത് പറ്റണോ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങളുടെ ശക്തിയൊക്കെ പോകുന്നുണ്ട് അല്ലേ? കാരണം കണ്ണും ചെവിയും ഒന്നും കേൾക്കില്ലല്ലോ മരിച്ചു കിടക്കുമ്പോൾ. അപ്പോൾ ഈ സ്ഥൂല ശരീരം സ്ഥൂലമാണ്, അത് നമുക്കറിയാം, ജഡാണ്. പക്ഷേ അതിനെയൊക്കെ ചൈതന്യവത്താക്കുന്ന ആ ഇന്ദ്രിയങ്ങളുടെ പിന്നിലുള്ള ശക്തിയും ഇന്ദ്രിയങ്ങളും മനസ്സും അതിൻ്റെ പിന്നിലുള്ള ശക്തിക്ക് എന്ത് പറ്റിയെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അതാണ് സൂക്ഷ്മ ശരീരം. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരവും അല്ല ആത്മാവ്, ഈ സ്ഥൂല ശരീരവും അല്ല ആത്മാവ്. പിന്നെ എന്താ? ഈ സ്ഥൂല ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും നോക്കി കാണുന്ന ദ്രഷ്ടാവാണ്. ഏതുപോലെ? വിറക് തീയും ഒന്നല്ല. വിറകിനെ കത്തിക്കാനും പ്രകാശിപ്പിക്കാനും ശക്തിയുള്ള അല്ലെങ്കിൽ പ്രകാശിപ്പിക്കാനും യോഗ്യമായ ശക്തിയുള്ള ഒരു സാധനമാണ് അഗ്നി. അപ്പം അഗ്നിയും വിറകും ഒന്നല്ലാത്ത പോലെയാണ് ആത്മാവും. അഗ്നി വിറകിനെ കത്തി നശിപ്പിക്കണു, അപ്പം അഗ്നി വിറകും ഒന്നല്ലല്ലോ. അഗ്നിയാണ് ദഹിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണം വിറകിനെ. അതേപോലെ ആത്മാവാണ് നമ്മുടെ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ ചൈതന്യവത്താക്കുന്നതും അതിനെ വിട്ടുപോണതും ഒക്കെ. അപ്പം അതിനെ നോക്കി നിൽക്കുന്ന അതാണ് ദ്രഷ്ടാവും ദൃശ്യവും. ദ്രഷ്ടാവ് പറഞ്ഞാൽ എന്താ? വിറ്റ്നസ്, കാണുന്ന മാത്രമേ ഉള്ളൂ ആത്മാവ്. ഈ ദേഹം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അല്ല എന്നാണ് പറയണത്. അത് മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. ഏതുപോലെ? വിറകും
അഗ്നി വിറകല്ലാത്ത പോലെ ദ്രഷ്ടാവും ദൃശ്യവും ആത്മാവ് പിന്നെ സ്വയം പ്രകാശ സ്വരൂപനായിട്ടുള്ള ആത്മാവ് ദ്രഷ്ടാവാണ്. ആ ആത്മാവ് ദൃശ്യവും ജഡവും ആയിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്ന് വേറെ തന്നെയാണെന്ന്. അതായത് എങ്ങനെയാണ് ദ്രഷ്ടാവും ദൃശ്യവും ഒന്നാവാൻ വയ്യല്ലോ? വയ്ക്കോ? ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ അല്ലെങ്കിൽ ഞാനൊരു പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ നല്ലൊരു സീനറി കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ മരങ്ങളും പൂക്കളും കാണുന്നുണ്ട്. ആ കാണുന്ന പൂവും ഞാനും കാണുന്ന ഞാനും ആ കാണുന്ന ദൃശ്യം കാഴ്ച അല്ലെങ്കിൽ ആ പൂക്കളും ആ സീനറി ഒന്നാണോ? അല്ല. ഒരിക്കലും ദ്രഷ്ടാവും ദൃശ്യവും ഒന്നാവാൻ പറ്റില്ല. ദ്രഷ്ടാവ പറഞ്ഞാൽ കാണുന്ന ആള്, ദൃശ്യം പറഞ്ഞാൽ കാണപ്പെടുന്നത്, അല്ലേ? അതേപോലെയാണ് പ്രകാശവും പ്രകാശ്യം എന്ന് പറയാം. അതേപോലെയാണ് പ്രകാശവും അതും ഒന്നല്ല. അതും അതേപോലെയാണ്. അതായത് അഗ്നി നമ്മൾക്ക് തോന്നും വിറകന്നെയാണെന്ന് തോന്നും എങ്കിലും ശരിക്കും തോന്നും വിറക് അഗ്നി ഒന്നാ തോന്നില്ലേ? പക്ഷെ ശരിക്കല്ല. അഗ്നി ആ കത്താനുള്ള ശക്തിയാണ്. അത് തോന്നും ചാരും. അതേപോലെയാണ് ഈ ആത്മാവ് ഈ മായയുടെ ഇതിൽ പെടുമ്പോൾ ആത്മാവിന് ഈ പിന്നെ ദേഹം തന്നെയാണെന്ന് തോന്നണത് അതുപോലെയാണെന്ന് പറയാണ്. നമുക്ക് വിറക് കത്തുന്ന കാണുമ്പോൾ വിറക് തന്നെയാണ് തീയെന്ന് തോന്നണ പോലെയാണ് ശരിക്കും ഈ ദേഹത്തിനെ പ്രകാശമാന ചൈതന്യവത്താക്കുന്ന ആ ആത്മാവും ദേഹവും വേറെയാണ്. രണ്ട് ദേഹവും സ്ഥൂലവും സൂക്ഷ്മ ശരീരങ്ങളും വേറെയാണ്, ആത്മാവ് വേറെയാണ് എന്നാണ് ഇപ്പം ഇതിൽ പറഞ്ഞത്. വളരെ ബുദ്ധിമുട്ടാണ് നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ. ഇനി 8 കഴിഞ്ഞ 9 വായിക്കാം. വിലക്ഷണ സ്ഥൂല സൂക്ഷ്മ ദേഹാദാത്മേക്ഷിത സ്വദൃക് യഥാഗ്നിർദാരുണോ ദാഹ്യ ദാഹകോന്യപ്രകാശക. ഇനി അഗ്നിയുടെ ആ എക്സാമ്പിളിൽ തന്നെ വേറൊരു കാര്യം പറയണം. നിരോധാത്പത്യണുബൃഹന്നാനാത്വം തത്കൃതാൻ ഗുണാൻ അന്തഃപ്രവിഷ്ട ആധത്ത ഏവം ദേവഗുണാൻ പരാ. അന്തഃപ്രവിഷ്ട, അതായത് വിറകിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ഈ അഗ്നിനെ പറയണം കേട്ടോ. തത്കൃതാൻ, ആ വിറക് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഗുണങ്ങളായ നിരോധാത്പത്യണുബൃഹൻ നാനാത്വം, അതായത് നാശം, നിരോധം നാശം, ഉത്ഭവം ഉൽപ്പത്തി, പിന്നെയോ ലഘു ആവണ, ചെറുതാവണത്, മഹത്താവണത്, പലവിധമായ പരിണാമങ്ങൾ ഉണ്ടാവണത്, ആധാരെ എങ്ങനെ ഭവിക്കുന്നുവോ ഏവം അതുപോലെ പരമാത്മാവും ദേഹഗുണാൻ ശരീരത്തിൻ്റെ പിന്നെ ജനനം നാശം മുതലായ ഗുണങ്ങളെ പ്രാപിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചുരുക്കി പറയണം എന്താ വെച്ചാൽ, ദേഹാഭിമാനം നമ്മൾ ആത്മാവാണ് എന്ന് തോന്നാത്തിടത്തോളം കാലം, നമുക്ക് ആത്മാവാണ് ഞാൻ, ഈ ദേഹമല്ല എന്ന അനുഭവം വരുന്നത് വരെ നമുക്ക് ഈ ദേഹം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കണം, ഇൻക്ലൂഡിങ് ജനനം മരണം. അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞത്. എല്ലാം അനുഭവിക്കണം. പക്ഷേ ദ മോമെൻറ്റ് നമ്മൾ ആത്മാവാണെന്ന് നമുക്ക് അനുഭവമായാൽ പിന്നെ വെറും സാക്ഷിയാണ് നമ്മൾ, വെറും സാക്ഷി. അപ്പം നമുക്ക് ഈ ദേഹം അനുഭവിക്കുന്നതിനെയൊക്കെ നോക്കി കാണാം. ദേഹത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും നമുക്ക് ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും വേദനയാണെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ നോക്കി കാണുന്ന സമയത്ത് നമ്മളെ ഒരാൾ വേദനിച്ച് കിടക്കണത് കാണുമ്പോൾ അല്ലെങ്കിൽ സന്തോഷിച്ച് നടക്കുന്നത് കാണുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നില്ലല്ലോ, നമ്മൾ കാണുന്നുണ്ട്. അയ്യോ അയാൾ വേദന ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളല്ല ശരിക്കും അനുഭവിക്കണത്, വേറൊരു ദേഹ. അതുപോലെ നമുക്ക് നമ്മുടെ ദേഹത്തിന് പറ്റുന്നതാണ് ഇതിലിപ്പോൾ പറയണത്. അതാണ് അതായത് വിറകിൽ പ്രവേശിച്ച അഗ്നി എന്ത് ചെയ്യും? വിറകിൻ്റെ ഉള്ളിൽ ശരിക്കും അഗ്നി വേറെ നിൽക്കണ ഒരു ശക്തിയാണ്. പക്ഷേ വിറകിന് കത്താൻ തുടങ്ങിയാൽ എന്തായി? അഗ്നിക്ക് വിറകിൻ്റെ ധർമ്മമായി. പിന്നെ
അഗ്നി വിറകിൻ്റെ ധർമ്മമായി. വിറകിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിറകിൻ്റെ ധർമ്മം എന്താ? വിറകുണ്ടാവണതും അത് കുറച്ച് കഴിഞ്ഞാൽ കത്തി നശിക്കുകയും. ശരിക്കും അഗ്നിക്ക് നാശമില്ല, അഗ്നി ഒരു ശക്തിയാണ്. അപ്പോൾ പക്ഷേ അഗ്നി എവിടെ പോയി നോക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു വിളക്ക് കൊളുത്തിച്ചോളൂ, അത് കുറച്ച് കഴിഞ്ഞാൽ എണ്ണ കഴിഞ്ഞ് അത് കെട്ടു, ആ തിരിയും കത്തിപ്പോയി എന്ന് വെച്ചോളൂ. അപ്പോൾ അത് കത്തിപ്പോയി. ആ അഗ്നി, ആ പ്രകാശം എവിടെ പോയി? ആ നാളെ എവിടെ പോയി? നമുക്കറിയില്ല, ഇല്ലല്ലോ. അതുപോലെയാണ്, അതായത് വിറകിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച അഗ്നി വിറകിനെ നശിപ്പിച്ച്, അതായത് വിറകിനെ കുഞ്ഞിതാക്കും. വലിയ വിറകാണെച്ചാൽ വലുതായിട്ട് കത്തും, ചെറിയ വിറകാച്ചാൽ എന്താ വിറകിൻ്റെ ധർമ്മം വെച്ചാൽ അത് ചെയ്യും. വിറകിൻ്റെ ഉള്ളിൽ അഗ്നി പ്രവേശിച്ചാൽ വിറകിൻ്റെ ധർമ്മമായി പിന്നെ അഗ്നിക്ക്. അതേപോലെയാണ് നമ്മൾ ശരിക്ക് ദേഹം സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്ന് ഭിന്നനാണെങ്കിലും നമ്മൾ ആത്മാവ് ഈ അധ്യാസം കൊണ്ട്, അതായത് ഞാൻ ദേഹമാണെന്നുള്ള മായയുടെ ഗുണങ്ങൾ കാരണം നമുക്ക് ഞാൻ ദേഹമാണെന്നുള്ള അഭിമാനം കാരണം നമ്മൾ ദേഹത്തിൻ്റെ ധർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു, ദേഹത്തിൻ്റെ ധർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണു. അഗ്നിക്ക് വിറകിൻ്റെ ബന്ധം ഉണ്ടപ്പോൾ അഗ്നി വിറകിൻ്റെ ധർമ്മം ചെയ്യണ പോലെ നമുക്ക് ദേഹാഭിമാനം, നമ്മൾ ദേഹമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇതുണ്ടാവണത്. അതാണ് ഈ അഗ്നി എന്ന് പഠിക്കണ ഒരു വിറകിൽ കത്തുന്ന അഗ്നി. പിന്നെ അതായത് വിറകിൽ ആണ് കത്തണത്. അപ്പം പിന്നെ വിറകിൻ്റെ ധർമ്മമായി അഗ്നിക്ക്. അങ്ങനെ വിറകിനെ പ്രകാശിപ്പിക്കിനെ നശിപ്പിക്കുകയും ചെയ്യും, ഇല്ലേ? പക്ഷെ അഗ്നി വേറെയാണ്. അതുപോലെ തന്നെയാണ് സൃഷ്ടിയും പ്രളയവും, അണുവും ബൃഹത്ത്, അതായത് ചെറുതും വലുതും, സൃഷ്ടിയും പ്രളയവും ചെറുതും വലുതും ആയിട്ട് പലതായി കാണപ്പെടുന്നതൊക്കെ ഈ ഒരു ബ്രഹ്മത്തിൻ്റെ രൂപഭേദങ്ങളാണ് എന്ന് അറിയണം നമ്മളന്ന്. അത് നമ്മൾ അറിയണം. എന്നാൽ നമുക്ക് സാക്ഷി മാത്രമായിട്ട് നിൽക്കാൻ പറ്റും. ദേഹത്തിൻ്റെ ഒരു ധർമ്മങ്ങളും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുവരെ അഗ്നി വിറകിൽ പ്രവേശിച്ചാൽ അതെങ്ങനെ കത്തി വിറകിനെ നശിപ്പിക്കുന്നു, ഇല്ലേ? അല്ലെങ്കിൽ വിറകിൻ്റെ ധർമ്മം മുഴുവൻ ചെയ്യാതെ. അതേപോലെ നമ്മൾ ദേഹത്തുനിന്ന് ഭിന്നനാണെന്ന് അറിയാതെ ദേഹമാണെന്ന് അഭിമാനിക്കുന്നിടത്തോളം കാലം നമ്മളും അതുപോലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. പക്ഷേ നമ്മൾ ആത്മാവാണെന്ന് അറിഞ്ഞാലോ പിന്നെ അതൊക്കെ വെറും ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപമാണ്. ചെറിയ സാധനങ്ങളാണെങ്കിലും ഒരു വലിയ മലയാണെങ്കിലും ഒരു ചെറിയ ഉറുമ്പാണെങ്കിലും എല്ലാം ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ബ്രഹ്മം ആ അഖണ്ഡ ബോധമല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് നമുക്ക് നമ്മൾ ആത്മാവാണെന്ന് അനുഭവമായാൽ മനസ്സിലാവും എന്നാണ് ഇപ്പോൾ ഇതിൽ പറയണം കേട്ടോ. വളരെ വിഷമം. നിരോധോത്പത്തി അണുബൃഹൻ നാനാത്വം, അതാണ് ചെറിയ സാധനങ്ങളും ബൃഹത്തായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആ ബ്രഹ്മത്തിൻ്റെ നാനാത്വം, നാനാരൂപങ്ങളിൽ ബ്രഹ്മം കാണപ്പെടുന്നതാണ്. അതൊക്കെ നമുക്ക് മായയിലത്തെ ഗുണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അധ്യാസം ഉണ്ടാവണതേ. അതായത് പ്രൊജക്ഷനാണ്, ഇല്ലാത്തൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്യാണ് മായ. അതാണ് ഇതിൽ പറയണത്. ഇനി നമുക്ക് സമയമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഒരു ശ്ലോകം കൂടിയും ചെയ്യാൻ. ഒന്നും കൂടിയും ചെയ്യാം. യോസൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരസ്ഥനിബന്ധോയം പുംസോ വിദ്യാച്ഛിതാത്മന. 10ാമത്തെ എന്താണ്? പുരുഷൻ്റെ ഈശ്വരൻ്റെ ഗുണൈഹി മായാഗുണങ്ങളുടെ പരിണാമത്താൽ, അതല്ലേ നമ്മൾ കണ്ടുല്ലോ, മഹത്തത്വം ഉണ്ടായി, ഗുണം, ഈ 3 ഗുണങ്ങളിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി, അങ്ങനെ സൃഷ്ടി. യഹ അസൈ, ഏതൊരു അയം സ്ഥൂലവും സൂക്ഷ്മവും ദേഹരചിത ശരീരം സൃഷ്ടിക്കപ്പെട്ടുവോ, അതെ മായലത്ത് ഗുണങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെടുന്നത്. പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ സ്ഥൂല ശരീരം. പിന്നെ മറ്റഹങ്കാരങ്ങളിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ, അല്ലേ? അഗ്നി എവിടെ? 10ാമത്തെ അല്ലേ? സോറി. തന്നിബന്ധ, ദേഹം എല്ലാം ഇങ്ങനെ ഈ ഗുണങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. നിബന്ധ,
ആ ഏത് ഭഗവാന്റെ യോഗമായ കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? തന്നിബന്ധ, അദ്ദേഹത്തിൻ്റെ ആത്മാധ്യാസം നിമിത്തമാണ് ഈ ജീവന് അയം ഈ ജനനമരണാത്മകമായ സംസാരം ഉണ്ടാവുന്നത്. അതിനാൽ ഈ സംസാരം അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാകയാൽ ആത്മനഃ വിദ്യ, ആത്മജ്ഞാനം കൊണ്ട് വിദ്യുച്ഛിത്, അതായത് ആ സംസാരത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. എന്താണ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, യോസൗ അയം ദേഹ ഗുണൈഹി വിരചിതാണ് പുംസ, അതായത് ഏത് ഭഗവാനാണ് തൻ്റെ യോഗമായ ശക്തി കൊണ്ടത് നമുക്ക് ഈ ദേഹം ഉണ്ടാക്കപ്പെട്ടത്, ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും മായയുടെ ഗുണങ്ങളാൽ ഏതൊരു ഭഗവാനാണ് നിർമ്മിച്ചത്, ആ ഭഗവാന്റെ സംസാരബന്ധം ശരിക്ക് ഒരു ബന്ധമില്ല, പക്ഷേ അധ്യാസം എന്ന് പറയും. അതാണ് അധ്യാസം. അധ്യാസം കൊണ്ടാണ്, അതായത് പ്രൊജക്റ്റ് ചെയ്യാണ്, ഉണ്ടാകുന്ന നമുക്ക് തോന്നിക്കുകയാണ്. അതുകൊണ്ട് ആത്മജ്ഞാനം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നമുക്ക് ദേഹാഭിമാനം, അത് നമുക്ക് ആത്മാവാണെന്ന് അറിയാത്തപ്പോഴേ ഉള്ളൂ അതുകൊണ്ട് ആത്മജ്ഞാനം, ഈ സംസാരം മുഴുവൻ മായയാണ്. അത് നമുക്ക് ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് ഭഗവാൻ ഉണ്ടാക്കണ മായയാണ്. അത് ശരിക്കും ഉണ്ടെന്ന് തോന്നും, പക്ഷെ എപ്പോഴും അതില്ലാണ്ടേ എന്നാണ് പറയണത്. അതായത് ഹി ആത്മനോ വിദ്യ തസ്യ ചിത്ത്. അതായത് എന്താണ്? ആത്മജ്ഞാനം എപ്പോഴാണ് നമുക്ക് ഉണ്ടാവണം? അപ്പം നമ്മുടെ സംസാരം നശിക്കും. ഞാൻ ആത്മാവാണ് എന്നറിഞ്ഞ നിമിഷം, അതാണ് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഈ സംസാരത്തെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഈ അജ്ഞാനം കൊണ്ട് സങ്കല്പിച്ചതാണ് ഈ സംസാരം. അത് ജ്ഞാനം കൊണ്ട് നശിക്കുകയും ചെയ്യും. അജ്ഞാനം കൊണ്ടുണ്ടായത് ജ്ഞാനം കൊണ്ട് നശിക്കുമല്ലോ, അല്ലേ? ഇരുട്ടിനെ വെളിച്ചത്തിന് അകറ്റാൻ പറ്റണ പോലെയാണ്. ഇരുട്ടായിട്ട് കിടക്കുകയാണ്, അവിടെ വെളിച്ചം വന്നാൽ ഇരുട്ടില്ലല്ലോ. പിന്നെ അതുപോലെയാണ് അജ്ഞാനം ഇരുട്ട് പോലെ നമുക്ക് നോക്കാം. അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ സംസാരം ഉണ്ടാ തോന്നണത്. ജ്ഞാനം ഉദിച്ചാൽ അപ്പം അത് ഇല്ലാതെയാവും. ആത്മാവ് ശരിക്ക് പറയാ വെറും സാക്ഷി മാത്രമാണ്. ശരിക്കും സൂക്ഷ്മ ശരീരമായിട്ടും സ്ഥൂല ശരീരമായിട്ടും യാതൊരു ബന്ധമില്ല, വേറിട്ട് നിൽക്കണം തന്നെയാണെങ്കിൽ പോലും ഈ നമുക്കിപ്പോൾ വ്യവഹാര ദശയിൽ ഈ ഒരു മായയുടെ സൂത്രം പ്രയോഗിക്കണോണ്ടാണ് ശരിക്കും നമുക്ക് തോന്നുകയാണ് ശരീരമാണ് ഞാനെന്നേ. അതന്നെയാണ് പറയണത്. അതായത് ഈ അനന്തകോടി ദേഹങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, സർവ്വജീവജാലങ്ങളും, അതൊക്കെ ആ പരമപുരുഷൻ തന്നെയാണ്. എല്ലാം മായയിലത്തെ ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ മായയുടെ ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ദേഹമാണ് സംസാര കാരണം. മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ശരീരമാണ് ഈ സംസാരത്തിന് കാരണം. അപ്പോൾ ശരിക്കുള്ള സത്യം എന്താണ്? ഇതിന്നൊക്കെ വേറിട്ട് നിൽക്കണ സാക്ഷി മാത്രമായിട്ടുള്ള ആ ബോധം. അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട് ആ ബോധത്തിൽ ഉറപ്പിച്ചിട്ട് ഈ ദേഹം ജഡമാണെന്നും ഇത് ഞാനല്ല എന്നും നമ്മളെ ഉറപ്പിച്ചിട്ട് എപ്പോഴാണ് നമുക്ക് ഞാൻ ഈ ദേഹമല്ല ആത്മാവാണെന്ന് അനുഭവം ഉണ്ടാവണേ, ആ നിമിഷം നമുക്ക് ഈ സംസാരം തന്നെ ഇല്ലാണ്ടാവും. ഈ ലോകം, ഈ പ്രപഞ്ചമില്ല. പിന്നെ ആത്മജ്ഞാനിക്ക് പ്രപഞ്ചമില്ല. അതായത് എല്ലാം ബ്രഹ്മാണെന്ന്. അതുകൊണ്ടാണ് പ്രപഞ്ചമില്ല പറഞ്ഞു വെച്ചാൽ പ്രപഞ്ചമുണ്ട്, വിശ്വാകാരമായിട്ടുള്ള പ്രപഞ്ചം നിൽക്കണു അവിടെ, അതും ബ്രഹ്മം. എല്ലാം സർവം ബ്രഹ്മമയാവും ആത്മജ്ഞാനിക്ക്. അതാണ് പറഞ്ഞു നിർത്താൻ നമുക്കിവിടെ. യോസൗ ഗുണൈർവിരചിതോ ദേഹോയം പുരുഷസ്യ ഹി സംസാരസ്തന്നിബദ്ധോയം പുംസോ വിദ്യ ചിദാത്മന. അപ്പം നമുക്ക് ആ സംസാരത്തിന് അത് ചിത് എന്ന് പറയാം. അതായത് ആത്മജ്ഞാനം സംസാരബന്ധത്തിനെ നശിപ്പിക്കും എന്നർത്ഥം. അത് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.